ഹായ്. അമ്മയും പിള്ളേരെയും ഏട്ടത്തിയൊക്കെ കൂടിയുള്ള ഈ യാത്ര വീടിൻ്റെ തൊട്ട് താഴെ വരെയാണ്. എന്താ നേരെ പോകുന്ന എൻ്റെ വീടിൻ്റെ പറമ്പ് കഴിയുന്നിടത്ത് ചെറിയൊരു തോടുണ്ട്. പണ്ട് എനിക്കതൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെയായിരുന്നു. തൊട്ടടുത്താണ്. രാവിലെ എപ്പോഴും ഇവിടുന്നാണ് അലക്കാറും കുളിക്കാറും ഒക്കെ. ഇന്നിപ്പോൾ പണിയൊക്കെ തീർത്ത് റോഡൊക്കെ വലുതായി, തോടൊക്കെ പോയി. പണ്ട് എനിക്ക് ഫുൾ പാറക്കെട്ടായിരുന്നപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടം ഫീലിംഗ് ആയിരുന്നു. പേടിയുള്ളത് കൊണ്ട് പിള്ളേരെ ഞാൻ അധികം വിട്ടില്ല അങ്ങോട്ട്. കുറച്ചധികം ഒഴുക്കുണ്ട്, ഇറങ്ങാനും പറ്റില്ല. തോട്ടിൽ കളിക്കാമെന്നും പറഞ്ഞ് കൂട്ടിയിട്ട് വന്നതാ. കുറച്ച് സമയം ഫോൺ ഒഴിവാക്കാം, നാട് ഒന്ന് കാണിക്കാൻ തോന്നി. അവിടെ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഇവരെ പ്രായമുള്ളപ്പോൾ കുറേ മീനൊക്കെ പിടിക്കാൻ വരും. കുറേ കഴിയുമ്പോൾ വെള്ളം പറ്റുമല്ലോ, അപ്പോൾ മീനൊക്കെ പിടിക്കാൻ വരാറുണ്ടായിരുന്നു. എപ്പോഴും പണ്ട് ഇവിടെ വന്നിട്ടാണ് അലക്കുക. ഈ നിന്ന സ്ഥലത്ത് നിന്നിട്ടാണ് അലക്കുക. ഇവിടെ റോഡ് വന്നപ്പോൾ ആ സ്ഥലമൊക്കെ പോയി, തോട് ചെറുതായി, വീടുകൾ വന്നു. കല്ല് കെട്ടി പൊന്തിച്ചതോടെ അതിൻ്റെ ഭംഗിയും പോയി, പാറക്കെട്ടുകളും പോയി. അങ്ങനെ ആദൂനെയും പൊന്നൂനെയും വേദൂനെയും ഒക്കെ കാണിച്ചു. പെട്ടെന്ന് തന്നെ മടങ്ങി. കുട്ടികൾക്ക് ഭയങ്കര വാശിയായിരുന്നു വെള്ളത്തിൽ വീണെന്ന്. പക്ഷെ ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല ഇറങ്ങി നോക്കാൻ. ഫുൾ കല്ല് കെട്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ്, ഉറവ എന്ന് പറയുന്നത്. ആ കല്ല് കെട്ടിയ അടിയിലൂടെയൊക്കെ ഒരു റോഡായിരുന്നു, അതിലൂടെയൊക്കെ വെള്ളം ഒലിച്ചു പോകുമായിരുന്നു. അവിടെ ഇപ്പോൾ വീട് വെച്ചു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് മടങ്ങി. നല്ല മഴക്കാറുണ്ടായിരുന്നു, അതിന് മുന്നേ എത്താമെന്ന് കരുതി. അമ്മക്ക് വരാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഡെയിലി കാണുന്നതല്ലേ, അതുകൊണ്ട് വലിയ ഇമ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വേദൂട്ടന് താഴെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ്. അങ്ങനെ വീട്ടിലെത്തി. അച്ഛൻ ചക്കറിക്കാൻ നോക്കുന്നുണ്ട് വൈകിട്ട് ചായക്ക്. പിള്ളേരൊക്കെ ഓടിപ്പോയി, അവരുടെ കളിയിൽ മുഴങ്ങി. അമ്മക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല വരാൻ, കാലുവേദനയാണ് പാവം. ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ടുപോയതാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വൈകുന്നേരമായിരുന്നു അത്. ഓക്കെ, ബൈ.